നമസ്കാരം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച ടോപ്പിക്കിൻ്റെ തുടർച്ചയാണ്. നമ്മൾ ജനാധിപത്യത്തിൻ്റെ അന്തസത്തയാണ് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത്. എന്നാൽ ഇത്തവണ നമ്മൾ അതിൻ്റെ ഒരു തൊട്ടടുത്ത പടിയാണ്. ഈ ജനാധിപത്യത്തിൻ്റെ അന്തസത്ത എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗവൺമെൻറ്റിന് ജനങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആകുക എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്നാൽ ഈ അടുത്ത കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത്, ഈ അടുത്ത കാലങ്ങളെന്ന് പറയുമ്പോൾ അത് 5-10 വർഷം മാത്രമല്ല കേട്ടോ, കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ജനങ്ങളോടുള്ള ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത്തരം റെസ്പോൺസിബിൾ അല്ലാത്ത ഗവൺമെൻറ്റിനെ വീണ്ടും ജനങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കും? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം ഒരു ഭരണ സംവിധാനമാണ് നമുക്ക് ജനാധിപത്യത്തിലുള്ളത്. അപ്പോൾ ഇത്തരം ജനങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളുകൾക്ക് ജനങ്ങളോടൊരു ഉത്തരവാദിത്വമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ റെസ്പോൺസിബിലിറ്റി നടപ്പിലാക്കുക? ഒരുപാട് ഉദാഹരണങ്ങൾ ഈ അടുത്തിടെയായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു ന്യൂസ്, വയനാട് ദുരന്തം, നമ്മളെല്ലാവരും ചൂരൽമല ദുരന്തത്തിൽ ഒരുപാട് കണ്ണീരോടെ നോക്കിയിരുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. എന്നാൽ ആ ദുരന്തത്തിൽ നിന്ന് കരകയറിയ ആളുകൾക്ക് ആ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് പിന്നീട് നമ്മൾ കാണേണ്ടി വന്നത്. ജനമനസ്സുകൾ ഒന്നിച്ച് ഒരുപോലെ നിന്ന് ഈ ആളുകളെ നമുക്ക് നമ്മുടെ ഇടയിലേക്ക് അവരുടെ പുനരധിവാസം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയൊക്കെ നമ്മൾ രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ കേരള ഗവൺമെൻറ് ഈ അടുത്തിടയ്ക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു ടൗൺഷിപ്പ് രൂപീകരിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ കഴിഞ്ഞ ദിവസം അവർ വലിയ സമരത്തിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ്. അവർക്ക് കൊടുക്കാമെന്ന് ഏറ്റിരുന്ന വാടക തുക പോലും കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ റെസ്പോൺസിബിൾ ഗവൺമെൻറ്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അപ്പോൾ അവരുടെ പുനരധിവാസം ഉറപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ സമരമുഖത്തിലേക്ക് ഇറങ്ങുന്ന ഒരു വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമ ന്യൂസിൽ ഞാൻ കാണുകയുണ്ടായി അല്ലേ. അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ഭരണത്തിലേറിയ ജനാധിപത്യവാദികൾ ആ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അവർ മാറി നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് ജനാധിപത്യത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, അപ്പോൾ ഒരു വശത്ത് ഈ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തൊട്ടടുത്ത വശത്ത് കാണുന്നത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ക്രമാതീതമായിട്ട് അവരുടെ പെൻഷൻ ആനുകൂല്യം കൊടുക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാകുന്നു. ഇതിപ്പോൾ നിലവിലിരിക്കുന്ന ഗവൺമെൻറ് മാത്രമല്ല, കാലങ്ങളായിട്ട് എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്തു വരുന്നതാണ്. അപ്പം ഗവൺമെൻറ് ABCD ആരുമായിക്കോട്ടെ, അവർക്കെല്ലാവർക്കും സ്വന്തം ആളുകളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് വരുമ്പോൾ ഇവരെല്ലാം വിമുഖത കാണിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ എവിടെയാണ് ആരാണ് ശരി? എല്ലാം ഒരു അവതാരത്തിൻ്റെ വ്യത്യസ്തമായ മുഖങ്ങളാണെന്ന് തിരിച്ചറിയപ്പെടുന്നിടത്താണ് ജനങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഇന്നത്തെ പ്രായോഗിക തലം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ നമ്മൾ നേരിടുന്നു. അത് കഴിയുമ്പോൾ അതിൻ്റെ ആ ശാശ്വതമായൊരു പരിഹാരത്തിനപ്പുറത്തേക്ക് ആ സമയത്തൊരു പരിഹാരം കാണുകയും ശാശ്വതമായ പരിഹാരത്തെക്കുറിച്ച് പിന്നീട് ആരും അന്വേഷിക്കുകയും ചെയ്യാതെ വരുന്നത് വളരെ പ്രശ്നബാധിതമായൊരു വിഷയമാണ്. അപ്പോൾ നമ്മളെല്ലാവരും, ഞാനടങ്ങുന്ന എല്ലാവരും ആ ഒരു സമയത്ത് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. അതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആരും ചർച്ച ചെയ്യാതെ വരുന്നിടത്തോളം ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ്? ധാർഷ്ട്യ സ്വഭാവത്തോടുകൂടി ജനങ്ങളോട് പെരുമാറുന്നതാണ്. വോട്ട് ചോദിക്കാനായിട്ട് നമ്മുടെ മുന്നിലേക്ക്, ജനങ്ങളുടെ മുമ്പിലേക്ക് ഇവർ കടന്നു വരുന്ന ആളുകളെ പിന്നീട് നമ്മൾ അവിടെ ചെന്ന് കാണാൻ പോലും സാധിക്കാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഈ കാലയളവിലുള്ള ജനാധിപത്യത്തിൻ്റെ ഒരു മുഖം മാത്രമായിട്ട് നമുക്ക് കരുതാൻ സാധിക്കും. അപ്പോൾ എവിടെയാണ് മാറ്റം വരേണ്ടത്? റെസ്പോൺസിബിൾ ആകുക. 3 വർഷം മാത്രം കാലാവധിയുള്ള പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കുകയും അവർക്ക് പെൻഷൻ ഉറപ്പുവരുത്തുകയും അതിനുശേഷം അവരെ പിരിച്ചുവിടുകയും അടുത്ത ആളുകളെ തിരികെ കയറ്റുകയും ചെയ്യുന്നിടത്ത് അവരുടെ സ്വന്തം താല്പര്യം, സ്വന്തം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് ഗവൺമെൻറ് തയ്യാറാകുന്നു? അവരുടെ രാഷ്ട്രീയം നിലനിർത്തുക എന്നുള്ളതാണ് അവർക്ക് ആവശ്യം. ആ രാഷ്ട്രീയം നിലനിർത്തുന്നിടത്ത് ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഒരു വ്യത്യാസവും വരുത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സാധനം, അതൊരു സംവിധാനം, ആ ഒരു സംവിധാനത്തിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഗുണം കിട്ടുകയും ചേർന്ന് നിൽക്കാത്ത ആളുകൾക്ക് ഗുണം കിട്ടാതെ വരികയും ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ ചേർന്നൊന്നല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ജനാധിപത്യം ഓരോ കാലഘട്ടം കഴിയും തോറും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അല്പമായി കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. സന്ദേശം എന്ന മൂവിയിൽ പറയുന്നത് പോലെ തന്നെ നമുക്ക് അടിത്തറ നഷ്ടപ്പെട്ടു എന്നൊരു പ്രവർത്തകൻ പറയുന്നുണ്ട്.
കാരണം പണ്ട് അവിടെ ഒരു വിവാഹം ഉണ്ടാകുമ്പോൾ, ആ കുടുംബത്തിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, ആ പാർട്ടി പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അത്തരം കാര്യങ്ങളൊന്നും കാണാതെ പോകുന്നു, അല്ലെങ്കിൽ അത്തരം ആ ഒരു ആശയത്തിൽ നിന്ന് പാർട്ടികൾ വ്യതിചലിച്ചു പോകുന്നു. അപ്പം ഇത് ജനാധിപത്യത്തിന് തന്നെ ദോഷമാണ്. ജനങ്ങൾ ജനാധിപത്യത്തിൽ നിന്ന് അകന്നു പോകും. പലരും ചോദിക്കാറുണ്ട്, രാജാവിൻ്റെ വാഴ്ചയല്ലേ, രാജവാഴ്ചയല്ലേ ഇതിനേക്കാൾ നല്ലതെന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ആളുകൾക്കിടയിലേക്ക് വരുന്നത്? ഇത്തരം ഭരണകർത്താക്കൾ നമുക്കിടയിൽ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാറി റെസ്പോൺസിബിൾ ആയ, ലെജിറ്റിമേറ്റ് ആയ ഒരു ഗവൺമെൻറ്റിന് നമുക്ക് ആവശ്യമുണ്ട്. ഇതാര് ചിന്തിക്കണം? ജനസേവനം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ജനാധിപത്യത്തിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന ആളുകളാണ് നമുക്കിനി വേണ്ടത്. അത്തരം ആളുകൾ ഉണ്ടാവണം. ഭരിക്കാനല്ല, ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ആളുകൾ നമുക്ക് കടന്നു വരണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും, ജനങ്ങൾ ഇത് തിരിച്ചറിയണം. ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാതിരിക്കാൻ, ജനാധിപത്യത്തിനപ്പുറത്തേക്ക് ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കണമെങ്കിൽ ജനാധിപത്യത്തിൽ ജനസേവകർ മാത്രമാണ് ആവശ്യം. ഇത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇത് നമ്മളെല്ലാവരും തിരിച്ചറിയണം. ജനങ്ങളായ നമ്മളെല്ലാവരും തിരിച്ചറിയണം. രാഷ്ട്രീയ ബോധമുള്ള, രാഷ്ട്രബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള, ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന, ജനസേവന തൽപരരായ രാഷ്ട്രീയ പ്രവർത്തകരെ, ജനസേവകരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും കാണാം. നന്ദി.